കാന്താരിമുളക് വിനാഗിരിയിലിടുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ പറമ്പിലുള്ള കാന്താരിമുളകാണ്. ഒരുപാട് കാന്താരിമുളകുണ്ട്. അപ്പോൾ അതെല്ലാം പഴുത്തു പോവുകയാണ്. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് കാന്താരിമുളക് എങ്കിൽ ഉപ്പും വിനാഗിരിയിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നോർത്ത് മുളക് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അത്. എല്ലാ ചീനിയിലും മുളക് പഴുത്ത് നിൽക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പറിച്ചെടുക്കാം. മൊത്തം പറിക്കുന്നില്ല, പഴുത്തത് മാത്രമേ അതിനകത്തുനിന്ന് പറിക്കുന്നുള്ളൂ. നമ്മുടെ പറമ്പിൽ ഒരുപാട് കാന്താരി ചെടി ഉണ്ട് കേട്ടോ. അതിനകത്തു നിന്നൊക്കെ പറിച്ചെടുക്കുകയാണ്. ഇത് വെള്ള കാന്താരിയാണ്. ഇത് അടുത്ത ഒരു തരം കാന്താരിമുളകാണ് കേട്ടോ. ഇതിനകത്തൊക്കെ മുളക് പഴുത്ത് നിൽക്കുക ഫുള്ള്. ഇതെല്ലാം പഴുത്ത് ചാടിപ്പോവാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കാന്താരിമുളക് വിനാഗിരി ഉപ്പും ചേർത്ത് ഇടാമെന്നൊക്കെ ആലോചിച്ചത്. ഇതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം കുറച്ച്. എല്ലാത്തിലും പഴുത്ത് നിൽക്കാം. ഇത് മൂന്ന് തരം കാന്താരി ചെടിയാണ് കേട്ടോ. ഇത് തീരെ ചെറിയ മുളകാണ്. ഇത്ര മുളക് പറിച്ചിട്ടുണ്ട്. ഫുള്ള് പറിച്ചെടുത്തിട്ടില്ല. ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇലകളെല്ലാം മാറ്റിക്കളയണം അതിൻ്റെ അകത്തുനിന്ന്. അല്ലെങ്കിൽ ഇല കിടന്ന് ചീത്തയായി പോവും. അപ്പോൾ ഇലകളെല്ലാം പറക്കി കളയണം. നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. വേനലായതുകൊണ്ട് മുളകിൽ പൊടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകി ഇതിൻ്റെ വെള്ളം എല്ലാം വാരാൻ വേണ്ടി വെക്കണം. വെള്ളം വാരാൻ വേണ്ടി വെച്ചേക്കാണ്. ഇലകളെല്ലാം മാറ്റിക്കളയണം അതിനകത്തുനിന്ന്. അങ്ങനെ മുളകിൻ്റെ വെള്ളം എല്ലാം പോയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. ഇനി ഇത് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഈ വെള്ളത്തിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വിനാഗിരിയും ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നാടൻ വിനാഗിരി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ അടുത്ത് നാടൻ വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ച വിനാഗിരിയാണ് കേട്ടോ അത്. അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഓഫ് ചെയ്യണം. എന്നിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് മുളകിടരുത്. വെള്ളം പയ്യെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് മുളക് ഇട്ട് കൊടുക്കണം. ചെറു ചൂടിൽ മുളകെല്ലാം ഫുള്ളായിട്ട് വാരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ചില്ല് ഭരണിയിലാണ് കേട്ടോ ഇതിട്ട് വയ്ക്കേണ്ടത്. ചില്ല് ഭരണിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കേടുകൂടാണ്ടിരിക്കും. ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ചില്ല് ഭരണിയിലേക്ക് ആക്കി കൊടുക്കാം. വെറുതെ നമ്മുടെ പറമ്പിൽ ചാടി പോണതാണ് നിലത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. നമുക്കൊരു ചില്ല് ഭരണിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിക്കഴിയുമ്പോൾ ഭരണി അടച്ച് വയ്ക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എടുത്ത് കഴിക്കാനാണ് കേട്ടോ നല്ലതൊന്നും കൂടെ. കുറച്ച് ദിവസം ഇരുന്നാലാണ് ഇത് ബെറ്ററാവുക.